പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മുടെ വചന പഠനം മുന്നോട്ട് നീങ്ങുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൽ സമറിയക്കാരി സ്ത്രീയെ യേശു വീണ്ടെടുക്കുന്ന സംഭവമാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യമാണ്. യോഹന്നാൻ 4:26, യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ഏഗോ ഏമി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 9 പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്ന ഈ ഞാൻ തന്നെ, ഞാൻ യഹോവയാണ്, ഞാൻ ദൈവമാണ് എന്ന ആ പ്രസിദ്ധമായ വാക്ക് നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വചന ശുശ്രൂഷ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും സ്വീകരിക്കാനും ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 26-ാമത്തെ വാക്യം. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. 27-ാമത്തെ വാക്യം. അവൻ്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി. അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അങ്ങനെ അത്ഭുതപ്പെട്ടതിന് കാരണമുണ്ട്. ഒരു യഹൂദ റബ്ബി തെരുവിൽ വെച്ച് തൻ്റെ അമ്മ എതിരെ വന്നാൽ പോലും അഭിവാദനം ചെയ്യുക പതിവായിരുന്നില്ല. സ്ത്രീകളെ ഒരു സമ്പാദ്യമായി കണ്ടിരുന്ന കാലമായിരുന്നു അത്. അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്ന കൽപ്പനയ്ക്കകത്ത് ഒരു പരിധിവരെ അവരൻ്റെ സ്ത്രീയും ഉൾപ്പെട്ടിരുന്നു. ഒരു പേന സ്വന്തമാക്കുന്നത് പോലെ, ഒരു കാറ് സ്വന്തമാക്കുന്നത് പോലെ ഒരു പുരുഷൻ സ്വന്തമാക്കുന്ന സമ്പാദ്യമായിരുന്നു യഹൂദൻ്റെ മനോവിചാരങ്ങളിൽ സ്ത്രീയുടെ സ്ഥാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീയെ വിലയില്ലാതെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളോടുള്ള യേശുവിൻ്റെ സമീപനം വളരെ ബഹുമാനം നിറഞ്ഞതും വാത്സല്യം നിറഞ്ഞതും കരുതൽ നിറഞ്ഞതുമായിരുന്നു എന്ന് വിവരിക്കുന്ന രേഖകളാണ് സുവിശേഷങ്ങൾ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ വിഷയം കൂടുതൽ ഗൗരവമായി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സമീപിക്കാവുന്ന ഒരു സുവിശേഷമാണ് ലൂക്കായുടെ സുവിശേഷം. സ്ത്രീകളോട് ഈശോ പുലർത്തുന്ന അനുഭാവത്തിൻ്റെയും കരുതലിൻ്റെയും ബഹുമാനത്തിൻ്റെയും അനേകം ശ്രദ്ധേയമായ നേർചിത്രങ്ങൾ ലൂക്കായുടെ സുവിശേഷത്തിൽ കാണാൻ കഴിയും. നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലും ഈശോ വളരെ അനുഭാവപൂർണമായ സമീപനം സ്ത്രീകളോട് കാണിക്കുന്ന അനേകം എപ്പിസോഡുകളുണ്ട്. അതിലെ ഒരു എപ്പിസോഡാണ് ഈ സമറിയക്കാരി സ്ത്രീയോടുള്ള യേശുവിൻ്റെ സംഭാഷണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരുപക്ഷെ ഈ സുവിശേഷത്തിലെ ഏറ്റവും ദീർഘമായ സംഭാഷണം യേശു നടത്തുന്നത് ഈ സ്ത്രീയോടാണ്, ഈ ഒരു സ്ത്രീയോടാണ്. അപ്പോൾ അങ്ങനെ സ്ത്രീയോട് സംസാരിക്കുന്നത് വളരെ അപരിചിതമായിരുന്ന, പതിവല്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ശിഷ്യന്മാർ യേശു ഈ സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെടുന്നത്. എന്നാൽ എന്ത് ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ ആരും അവനോട് ചോദിച്ചില്ല. ഇതിനകത്ത് മനോഹരമായൊരു സംഗതിയുണ്ട്. അതായത് യേശുവിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് അപ്പസ്തോലന്മാർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. യേശുവിൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ സംശുദ്ധിയെക്കുറിച്ച് അപ്പസ്തോലന്മാർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. യേശുവിനെ ഈ ചുങ്കക്കാരുടെയും വേശ്യകരുടെയും സ്നേഹിതനെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് ഫരിസേയരും പ്രമാണിമാരുമാണ്. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പുറത്ത് നിന്നവരാണ്. എന്നാൽ നിഴല് പോലെ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്തിരുന്ന അപ്പസ്തോലന്മാർക്കൊരിക്കലും യേശുവിൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരാരും തന്നെ യേശുവിനോട്
അത് ചോദിക്കാൻ മുതിരുന്നില്ല. ആരും തന്നെ യേശുവിനോട് ആ വിഷയം പരാമർശിക്കാൻ ഒരുങ്ങുന്നില്ല. അപ്പോൾ ഇത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. ഇത് ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. നമ്മോടടുത്ത് നിൽക്കുന്നവർ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ പരിശുദ്ധിയെ സംശയിക്കുമോ? നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവർക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ബോധ്യം കിട്ടുമോ? അപ്പോൾ എന്ത് ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ ആരും അവനോട് ചോദിച്ചില്ല. ആ സ്ത്രീയാകട്ടെ, 28-ാമത്തെ വാക്യം വളരെ പ്രസിദ്ധമായ വളരെ ആഴമായ ചിന്തകൾ തരുന്ന ഒരു വചനമാണ്. ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി. കുടം എല്ലാ മതബോധങ്ങളിലും ഇടറിപ്പോയ മനുഷ്യൻ്റെ ബലഹീനതകളുടെ പ്രതീകമാണ്. കുടം ശരീരത്തിൻ്റെ പ്രതീകമാണ്. കുടം ഉടലിൻ്റെ ജഡത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഈ കുടം വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ അവൾ തകർന്നു പോയ തൻ്റെ ജീവിതത്തെ പിന്നാമ്പുറങ്ങളിൽ ഉപേക്ഷിച്ചിട്ട് മനോവീര്യം വീണ്ടെടുത്തവളായി മടങ്ങിപ്പോയി എന്നതിനർത്ഥമുണ്ട്. ജഡത്തിൻ്റെ കുടം വെച്ചിട്ട് അവൾ പരിശുദ്ധിയുടെ ഒരു അസ്തിത്വവുമായി മടങ്ങിപ്പോയി എന്നർത്ഥമുണ്ട്. കുടം എന്ന് പറയുന്നത് അവളുടെ ആകുലതകളുടെയും കൺസേണുകളുടെയും പ്രതീകമായിട്ട് കണ്ടാൽ അവരുടെ ഉത്കണ്ഠകളും ഭാരങ്ങളും ദുഃഖങ്ങളും അവൻ്റെ കാൽച്ചുവട്ടിൽ ആ കിണറ്റങ്കരയിൽ വെച്ചിട്ട് അവൾ ഉന്മേഷത്തോടും ഉത്സാഹത്തോടും ആവേശത്തോടും ആത്മവീര്യത്തോടും മടങ്ങിപ്പോയി എന്ന് ആ വാക്യത്തിന് അർത്ഥമുണ്ട്. അങ്ങനെ പലതരത്തിൽ പല മുഖങ്ങളിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു വാചകമാണിത്. അവൾ കുടം അവിടെ വെച്ചിട്ട് പോയി. ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന്, അവൾ വീണ്ടെടുക്കപ്പെടുകയാണ്. അവൾ വെള്ളം കോരാൻ വന്നത് ആ വെള്ളം ആയിരുന്നു ഈ സംഭാഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം, ദാഹമായിരുന്നു. അപ്പോൾ അവളുടെ ദാഹം തീർന്നു എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി ഇതിനെ മനസ്സിലാക്കാം. അവളുടെ ഉള്ളിൽ പുരുഷന്മാരെ കൊണ്ടും അതുപോലെ തന്നെ ജഡത്തിൻ്റെ സന്തോഷങ്ങൾ കൊണ്ടും നികത്താൻ ശ്രമിച്ച അവളുടെ ദാഹം അവളുടെ യഥാർത്ഥ മണവാളനെ കണ്ടെത്തി കഴിയുമ്പോൾ ആ ദാഹമില്ലാതാവുകയും അവൾ തൻ്റെ ജീവിതത്തിൻ്റെ പുതിയ വസന്തങ്ങളിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നു എന്ന മനോഹരമായൊരു സൂചന അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ 28-ാമത്തെ വാക്യം നമ്മോട് പറയുന്നത്. അവൾ കുടം അവിടെ വച്ചിട്ട് അവൾ അവളുടെ നഗരത്തിലേക്ക് പോയി. 28-ാമത്തെ വാക്യം, ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു? അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഈ സമറിയാക്കാരിയോടുള്ള യേശുവിൻ്റെ സമാഗമത്തിൻ്റെ കണ്ടുമുട്ടലിൻ്റെ സംഭാഷണത്തിൻ്റെ ഒടുവിൽ സംഭവിക്കുന്നത് സമറിയാക്കാരി ഒരു മിഷണറിയായി മാറുകയാണ്. അവൾ അനുഭവിച്ച ദൈവസ്നേഹം പങ്കുവെക്കാൻ അവൾ യാത്ര തിരിക്കുകയാണ്. അവൾക്ക് ഇനി യേശുവിനെ പങ്കുവെക്കാതിരിക്കാൻ കഴിയാത്ത വിധം അവൻ്റെ സ്നേഹം അവളുടെ ഹൃദയത്തിൽ ആഴമായ ദൃശ്യമായ പ്രകടമായ ഒരു അനുഭവമായി മാറിയിരിക്കുമ്പോൾ അവൾ നേരെ നഗരത്തിലേക്ക് പോവുകയും അവൾ അവിടെ ചെന്ന് തന്നോട് അവൻ ഇടപെട്ട വിധം അവരോട് വളരെ ഊഷ്മളതയോടെ വിവരിക്കുകയും ചെയ്തു. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഇവനായിരിക്കുമോ ക്രിസ്തു? അവരെന്ത് ചെയ്യുന്നു? ഈ ചോദ്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം. ആ പട്ടണത്തിൽ വലിയ സ്വീകാര്യതയൊന്നും ഉണ്ടായിട്ടില്ലാത്ത സ്വീകാര്യതയില്ലാത്തൊരു സ്ത്രീയാണിത്. അപ്പോൾ ഈ സ്ത്രീ ചെന്നിട്ടാണ് ഈ അനുഭവം പറയുന്നത്. പക്ഷേ അത്രമാത്രം നിറവ് ഉള്ളതും ഊഷ്മളവും ഹൃദയത്തിൽ നിന്നുള്ളതുമായ വാക്കുകളായിരുന്നു അവളുടെ യേശു അനുഭവത്തിൻ്റെ വെളിപ്പെടുത്തലായി അവൾ പങ്കുവച്ചത് എന്നുള്ളത് കൊണ്ട് ആ പട്ടണവാസികളുള്ള വാക്കുകളെ വില കൽപ്പിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. അടുത്ത വാക്യം, 31-ാമത്തെ വാക്യം, തത്സമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു, റബ്ബി, ഭക്ഷണം കഴിച്ചാലും. അവൻ പറഞ്ഞു, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് എൻ്റെ ഭക്ഷണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അപ്പസ്തോലന്മാർ ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങാനായിരുന്നു അവർ പട്ടണത്തിലേക്ക് പോയത്. അവർ ഭക്ഷണം വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ്. യേശുവിനോട് പറയുകയാണ്, ഓരോ ഭക്ഷണം കഴിച്ചാലും. കർത്താവ് പറയുകയാണ്, എനിക്ക് നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്ക് ഉണ്ട്. ഇതാണ് ഈശോയുടെ ഹൃദയം. അതായത് സ്വന്തം
ശരീരത്തിൻ്റെ ആവശ്യങ്ങളെക്കാളധികം ഒരാത്മാവിനെ നേടാൻ കഴിഞ്ഞതിൻ്റെ കൃതാർത്ഥതയും സന്തോഷവും യേശു ഇവിടെ പ്രകടമാക്കുകയാണ്. ഈ ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ മനോഹരമായൊരു വചനമുണ്ട്. മോശയെക്കുറിച്ച് പറയുമ്പോഴാണ് ഹെബ്രായ ലേഖനം 11-ാം അധ്യായം പറയും, പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരാനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. മനോഹരമായൊരു വാചകമാണത്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം, പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. 26, ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. അപ്പം ഇത് തന്നെയാണ് ഈശോയുടെ ഹൃദയം. അതായത് തനിക്ക് ക്ഷീണമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു 3 ദിവസത്തെ യാത്ര പിന്നിട്ടിട്ടാണ് യേശു ഇവിടെ എത്തുന്നത്. അവൻ ശാരീരികമായി വളരെ അവശതയിലാണ്. ഏതൊരു സാധാരണ മനുഷ്യനും ഈ സമയത്ത് ആഗ്രഹിക്കുന്നത് ആഹാരം കഴിക്കുക, വിശ്രമിക്കുക എന്നുള്ളതാണ്. എന്നാൽ തൻ്റെ കർത്തവ്യഭാരം, ആത്മാക്കളെ പ്രതിയുള്ള തൻ്റെ മനസ്സിൽ തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ കർത്തവ്യബോധം, അതിൻ്റെ ആ ഭാരം അലട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് യേശുവിന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ പ്രധാനമായിരുന്നു ഈ സ്ത്രീയെ വീണ്ടെടുക്കുക എന്നത്. അതുകൊണ്ട് തന്നെ അപ്പസ്തോലന്മാരോട് ഈശോ പറയുകയാണ്, എനിക്ക് നിങ്ങളറിയാത്ത ഒരു ഭക്ഷണമുണ്ട്. അതായത് ഈ ആഹാരം കഴിക്കാതെ തന്നെ ചില സന്ദർഭങ്ങളിൽ എൻ്റെ ഹൃദയവും മനസ്സും ശരീരവും നിറയാറുണ്ട്. എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതാണ് 34-ാമത്തെ വാക്യം. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയും. സത്യം പറഞ്ഞാൽ ഈ 2 വാക്കുകൾക്ക് വളരെ ഗൗരവമായി നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടതാണ്. എന്താണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഈ 2 വാക്യങ്ങളിലുണ്ട്. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആളുടെ, ഒരു സമർപ്പിതയുടെ, ഒരു വൈദികൻ്റെ, ഒരു സിസ്റ്ററിൻ്റെ, ഒരു ദൈവ ശുശ്രൂഷകൻ്റെ ഒക്കെ ജീവിത ലക്ഷ്യം എന്താണ്? അല്ലെ, ജീവിത നിയോഗം എന്താണ്? ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക, അവൻ്റെ ജോലി പൂർത്തിയാക്കുക. അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക, അവൻ്റെ ജോലി പൂർത്തിയാക്കുക. അപ്പോൾ ഈശോ പറയുകയാണ്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. വിതയ്ക്കുന്നതൊരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല്ല് ഇവിടെ സാർത്ഥകമായിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, അവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. അതായത് ഇവിടെ ഈശോ പറയുന്നത്, നമ്മൾ ഇപ്പോൾ സുവിശേഷ വേല ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ, നമ്മൾ യേശുവിനെ പങ്കുവെക്കാനുള്ള നമ്മുടെ ആ അസ്തിത്വപരമായ കടമ നിർവഹിക്കാൻ ഒരുങ്ങുമ്പോൾ, നമ്മൾ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നടാടെ ആദ്യമായിട്ടല്ല ഈ ശുശ്രൂഷ തുടങ്ങുന്നത്. ഇതിനു മുമ്പേ അനേകം പേർ ഈ ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിയിൽ അധ്വാനിച്ചിട്ടുണ്ട്. അവരുടെ ജോലി ഒരു റിലേ റേസിൽ ബാറ്റൺ കൈമാറി വാങ്ങി ഓടുന്നത് പോലെ നാം പൂർത്തിയാക്കുകയാണ്. അതായത് ദൈവരാജ്യ ശുശ്രൂഷ ഒറ്റയ്ക്കൊരാളുടെ ജോലിയല്ല. ആരൊക്കെയോ തുടങ്ങി വെച്ചത് പാതി വഴിയിൽ അവസാനിപ്പിച്ച് അവർ മടങ്ങിപ്പോകുമ്പോൾ പൂർത്തിയാകാതെ അവശേഷിച്ചത്, ആരുടെയൊക്കെയോ മനസ്സുകളിൽ ഒരിക്കൽ മുൻപ് ആരൊക്കെയോ വചനം വിതച്ചത്, അതിങ്ങനെ ചെറുതായി വളർന്നു തുടങ്ങുന്ന മനസ്സുകൾ. അപ്പോൾ അവരുടെ അരികിലേക്കാണ് സുവിശേഷകർ അയക്കപ്പെടുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇതാ എല്ലാം വിളഞ്ഞ് പാകമായിരിക്കുന്നു, കൊയ്ത്തിന് സമയമായിരിക്കുന്നു. ഇനി മുന്നോട്ട് 4 മാസം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് എന്ന് പറയാനാകാത്ത വിധത്തിൽ കൊയ്ത്തിന് സമയമായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അടിയന്തരമായി സുവിശേഷത്തിൻ്റെ നിയോഗം ഏറ്റെടുക്കണമെന്ന ആഹ്വാനമാണ് യേശുവിൻ്റെ ഈ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഇതാ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. ഇനി അങ്ങനെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവൻ, കൊയ്യുന്നവൻ എന്ത് ചെയ്യുന്നു? കൂലി കിട്ടും. ഈ നിയോഗം, ഈ അടിയന്തരമായ
സുവിശേഷ പ്രഘോഷണമെന്ന നിയോഗം ഏറ്റെടുക്കുന്നവന് കൂലി കിട്ടുകയും എന്താണ് അവൻ്റെ കൂലി? നിത്യജീവിതത്തിലേക്കുള്ള ഫലം അവൻ ശേഖരിക്കുകയും ചെയ്യും. അങ്ങനെ വിതയ്ക്കുന്നവനും ഒരിക്കൽ ആരോ വിതച്ചതിൻ്റെ ഫലമാണ് നാം കൊയ്യുന്നത്. അപ്പോൾ അങ്ങനെ വിതച്ചവനും കൊയ്യുന്നവനും ഒരുപോലെ സന്തോഷിക്കും. വിതയ്ക്കുന്നതൊരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല്ല് ഇവിടെ സാർത്ഥകമായിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, അവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഈശോ ആ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. അടുത്ത വാക്യം 39. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമറിയാക്കാരിൽ അനേകർ യേശുവിൽ വിശ്വസിച്ചു. സുവിശേഷ വേല എങ്ങനെയാണ് നടക്കുന്നത്? നമുക്ക് ഉണ്ടായ ദൈവാനുഭവം, നമുക്കുണ്ടായ യേശു അനുഭവം നമുക്ക് ഏറ്റവും പരിചിതമായ ഇടങ്ങളിൽ നാം പങ്കുവെക്കുമ്പോൾ അവർ യേശുവിൽ വിശ്വസിക്കുന്നു. സുവിശേഷം അങ്ങനെയാണ് പങ്കുവെക്കപ്പെടുന്നത്. അതായത് നമുക്കൊരു ദൈവാനുഭവം ദൈവം തരുന്നു. യേശുവിനെ നമ്മൾ പരിചയപ്പെട്ടു. യേശു നമ്മുടെ ജീവിതത്തിൽ തന്ന സന്തോഷവും യേശു നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റവും നമുക്ക് തരുന്ന പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന അനുദിന ജീവിതത്തിലെ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലെ രക്ഷാകരമായ അനുഭവങ്ങളും നാം അതിൻ്റെ നിറവ് ചോർന്നു പോകാത്ത ആത്മാർത്ഥതയോടെ പങ്കുവെക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ യേശുവിലേക്ക് കടന്നു വരും. അങ്ങനെ ആ സമറിയ ദേശത്തിലുള്ള അനേകായിരങ്ങൾ യേശുവിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അവർ യേശുവിൽ വിശ്വസിച്ചു. നമ്മൾ ഓർക്കണം, ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ മുഴുവൻ പ്രമേയം എന്താണ്? നിങ്ങൾ ഇതെല്ലാം, ഇപ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഇതെല്ലാം ഞാൻ എഴുതുന്നത് നിങ്ങൾ അവൻ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നതിനും അതുവഴി നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ യേശുവിൽ കണ്ടോ, സമറിയാക്കാരിയോടുള്ള സംഭാഷണം അവളെ സ്വാധീനിച്ചപ്പോൾ, അവൾ യേശുവിനെ പങ്കുവെച്ചപ്പോൾ ആ പട്ടണം മുഴുവൻ യേശുവിൽ വിശ്വസിച്ചു. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണിത്. അതായത് മനുഷ്യർക്ക് നമ്മളിലുള്ള വിശ്വാസമല്ല നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്, യേശുവിലുള്ള വിശ്വാസമാണ്. അതായത് നമ്മളെ കാണുന്നവർ യേശുവിലാണ് വിശ്വസിക്കേണ്ടത്. അപ്പോൾ അതിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു ജീവിതക്രമം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൽ വിശ്വസിച്ചു. 40-ാമത്തെ വാക്യം, ആ സമറിയാക്കാരി അവൻ്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. നിങ്ങൾ ഓർക്കണം, ഈ ഗലീലയിലേക്കുള്ള യാത്രക്കിടയിലാണ് ഈശോ. ഈ യാത്രക്കിടയിൽ 3 ദിവസം ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈശോ കിണറ്റിൻകരയിൽ വെച്ച് സമറിയാക്കാരിയെ കണ്ടുമുട്ടി. അന്ന് ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്കും സമറിയ പട്ടണം മുഴുവൻ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ആ സമറിയാക്കാർ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, തങ്ങളോടൊത്ത് വസിക്കണം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ അതിരുകൾ മാഞ്ഞു പോകുന്നു, അതിർവരമ്പുകൾ, വേലിക്കെട്ടുകൾ ഇല്ലാതാവുന്നു, അസ്പർശ്യതകൾ ഇല്ലാതാവുന്നു. മനുഷ്യൻ്റെ അയിത്തം, മനുഷ്യനെ മാറ്റി നിർത്തുന്ന അവസ്ഥകൾ, മനുഷ്യൻ തമ്മിലുള്ള വേർതിരിവുകൾ, ജാതീയ സ്പർദ്ധകൾ, ഭിന്നതകൾ, വിഭാഗീയതകൾ, വേലിക്കെട്ടുകൾ, അതിർവരമ്പുകൾ, ഇതെല്ലാം നേർത്ത് മാഞ്ഞ് ഇല്ലാതാകുന്ന ഒരു പുതുയുഗത്തിൻ്റെ കാഹളധ്വനി യേശുവിൻ്റെ സുവിശേഷത്തിലൂടെ ഈ വിളംബരം ചെയ്യപ്പെടുകയാണ്. അതായത് ഈ സമറിയാക്കാരും യഹൂദരും തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ആ വംശീയ വൈരത്തിൻ്റെ വേലിക്കെട്ടുകൾ സുവിശേഷത്തിൻ്റെ മാസ്മരിക ശക്തിയിൽ തകർക്കപ്പെടുകയാണ്. സുവിശേഷം ഈ അതിർവരമ്പുകൾ, അതാണ് എഫെസോസ് 2:14, അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർത്ത് കളയുകയും ചെയ്തു. ഇതാണ് ഈശോ. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർത്ത് കളയുകയും ചെയ്തു. അപ്പോൾ നോക്കുക, മനോഹരമായ ഒരുമയുടെ, കൂട്ടായ്മയുടെ, സമാഗമത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ഐക്യത്തിൻ്റെ ആ ഒരു വസന്തം ഇവിടെ ഇതൾ വിരിയുകയാണ്. ഇങ്ങനെ സമറിയാക്കാർ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളോടൊത്ത് വസിക്കണം. ഒരു യഹൂദനോടാണ് പറയുന്നത്, ഞങ്ങളോടൊത്ത് വസിക്കണം. അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവിടെ എന്താ ഈശോ ചെയ്യുന്നത്? റെസ്റ്റ് എടുക്കുകയല്ല, അവൻ്റെ വചനം ശ്രവിച്ച മറ്റ് പലരും അവനിൽ വിശ്വസിച്ചു. എന്നിട്ട് ഇനി അതിനകത്ത് ഏറ്റവും മനോഹരമായ ഒരു കാര്യം ഇനി സംഭവിക്കുന്നത്, അവർ ആ സ്ത്രീയോട് പറഞ്ഞു,
ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുകൾ മൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു മർമ്മം ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. എന്തെന്നറിയാമോ? അതായത് നമ്മൾ യേശുവിലേക്ക് വരുന്നത് ആരുടെയോ ഒരു സാക്ഷ്യം മൂലമാണ്. ഇപ്പം നിങ്ങളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് മാമോദീസ സ്വീകരിച്ച് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ഒരാളാണെങ്കിലും നിങ്ങളുടെ വിശ്വാസ ജീവിതം വളരുന്നത് വിശ്വാസത്തിൻ്റെ മാതൃകകൾ കണ്ടിട്ടാണ്. അത് കാറ്റഗിസം ക്ലാസ്സിലാവാം, ദേവാലയത്തിലാവാം, അല്ലെങ്കിൽ പുരോഹിതരുടെ പ്രഭാഷണങ്ങളിൽ നിന്നാവാം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സുവിശേഷ സന്മാർഗ ഉപദേശങ്ങളിൽ നിന്നാകാം. നമ്മൾ യേശുവിലേക്ക് ആകർഷിക്കപ്പെടുന്നു, യേശുവിനെ അറിയുന്നു, യേശുവിനെക്കുറിച്ച് കേൾക്കുന്നു. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ച എന്താണ്? നീ മൂലമാണ് ഞങ്ങൾ അവനെ അറിഞ്ഞത്, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അവനിൽ വിശ്വസിക്കുന്നത് നീ പറഞ്ഞതുകൊണ്ടല്ല, ഞങ്ങൾ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തതുകൊണ്ടാണ്. അതായത് വ്യക്തിപരമായ ഒരു ദൈവാനുഭവം ഇല്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം, വളർച്ചയില്ലാത്ത, പക്വതയിലെത്താത്ത, ഒരുപക്ഷെ മുരടിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഞങ്ങൾ യേശുവിലേക്ക് ആകർഷിക്കപ്പെട്ടത് നീ മൂലമാണ്. പക്ഷേ ഞങ്ങൾ യേശുവിലേക്ക് ആകർഷിക്കപ്പെട്ടത് നീ മൂലമാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നത് നീ മൂലം അല്ല, ഇപ്പോൾ ഞങ്ങൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ്. ഇത് പൗലോസ്ലീഹയൊക്കെ പറയുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് എപ്പോഴും പൗലോസ് അപ്പോസ്തലൻ പറയുമായിരുന്നു, എന്താണ്? ഞങ്ങളെ അനുകരിക്കണം. പൗലോസ് അപ്പോസ്തലന് വളരെ കോൺഫിഡൻസ് ആയിരുന്നു ഇത് പറയാൻ, നിങ്ങൾ അനുകരിക്കണം എന്ന് പറയുമായിരുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞങ്ങൾ വീണുപോയാലും നിങ്ങൾ യേശുവിൽ നിന്ന് വീണു പോകാൻ പാടില്ല. ഞങ്ങളെ കണ്ടിട്ട് നിങ്ങൾ അതായത് നമ്മൾ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്നത് നമ്മൾ ആരെയും കണ്ടിട്ടല്ല. അതായത് മനോഹരം, ഞാനൊരു വചനം വായിക്കാം. 2 കൊരിന്ത്യസ് 13:7, 2 കൊരിന്ത്യൻസ് 13:7. എന്നാൽ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല, ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. ഞങ്ങൾ പരാജയപ്പെട്ടവരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. കാരണം നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നത് ഒരുപക്ഷെ ഞങ്ങളിലൂടെയാണ് യേശുവിനെ അറിഞ്ഞതെങ്കിലും ഇപ്പോൾ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നത് ഞങ്ങളെ കണ്ടിട്ടല്ല, യേശുവിനെ കണ്ടിട്ടാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ ഹെബ്രായർ 12 പറയുന്ന നമുക്ക് ചുറ്റും, ഹെബ്രായർ 12 പറയുന്നുണ്ട്, നമുക്ക് ചുറ്റും സാക്ഷികരുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. എന്നിട്ട് പറയും, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. നമുക്ക് ചുറ്റും വിശുദ്ധരുടെ, സാക്ഷികരുടെ, പ്രഘോഷകരുടെ, പ്രവാചകരുടെ, പുരോഹിതരുടെ, ദൈവവേലക്കാരുടെ ഒരു വലിയ സമൂഹമുണ്ട്, സാക്ഷികളുടെ സമൂഹം. അതുകൊണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാം. എന്നാൽ നമ്മൾ ഓടേണ്ടത് ഈ സാക്ഷികളെ കണ്ടിട്ടല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. അതുകൊണ്ട് ഈ ഓട്ടം വേറെ ആരെയും കണ്ടിട്ടല്ല, യേശുവിനെ കണ്ടിട്ടാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സകല നിയോഗങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.